വിഴിഞ്ഞം പാക്കേജ് ഉൾപ്പെടെയുള്ള മുണ്ടക്കൈ ചുരൽമല പുനരധിവാസം ഉൾപ്പെടെ കേരളം ന്യായമായ പ്രതീക്ഷ വെച്ച വിഷയങ്ങൾ പലതുമുണ്ട് ബജറ്റിൽ. പൂർണ്ണമായും അവഗണിച്ചു ഈ വിഷയങ്ങളൊക്കെ എന്നുള്ളതാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണമായി വന്നിട്ടുള്ളത്. സ്കൂളുകളിൽ ഇന്റർനെറ്റ് ഉൾപ്പെടെ കേരളം നടപ്പാക്കി കഴിഞ്ഞ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചതിനാൽ ഇനി കേരളത്തിന് പണം കിട്ടാത്ത സ്ഥിതി വരും. ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ സംസ്ഥാനത്തിന് 14,000 കോടി രൂപ അധികമായി ലഭിക്കണമെന്നും KN ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിന് ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ ഏറ്റവും ന്യായമായ സാമാന്യമായ പ്രതീക്ഷ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. രണ്ടാമത്, കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ്, അതിനകത്തൊന്നും പറഞ്ഞില്ല. 2 ദശാബ്ദത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും മേജറായ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമാണ് വിഴിഞ്ഞം. ആ വിഴിഞ്ഞത്തെപ്പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പൊതുവിൽ കേരളത്തിനോട് ഈ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേറ്റം നിരാശാജനകമാണെന്ന്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, ഗുഡ് ഈവനിങ്. എന്തായാലും ബജറ്റ് അവതരണം കഴിഞ്ഞു. ആദായ നികുതി വിഷയത്തിൽ ധനമന്ത്രി എല്ലാവരെയും ഞെട്ടിച്ചു. കാരണം മധ്യവർഗത്തിന്റെ പോക്കറ്റിലേക്ക് കൂടുതൽ പണം എത്തിക്കുക, അവരെ കൊണ്ട് കൂടുതൽ ചെലവാക്കിക്കുക. ഇപ്പോൾ ഒരു 7 ലക്ഷം 8 ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് പോലും 40,000 രൂപ വർഷം നികുതി ഇനത്തിൽ ലാഭിക്കാം എന്ന് പറയുന്ന അവസ്ഥ. ഈ 40,000 രൂപ അവരെവിടെയെങ്കിലും നിക്ഷേപിച്ചു കഴിഞ്ഞാൽ വലിയ റിട്ടേൺ ഒക്കെ കിട്ടും. ഇതെല്ലാം ശരിയാണ്. പക്ഷെ അതിനപ്പുറമായി വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയാനാവുമോ? മാത്രമല്ല, ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയവും കൂടി ഇതിൽ പ്രതിഫലിക്കുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, ഗുഡ് ഈവനിങ്. ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തിയിരുന്നത് ഈ നികുതി ഇളവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ ആദായ നികുതി പരിധി വർദ്ധിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. 10 ലക്ഷം വരെ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അത് 12 ലക്ഷം എന്ന സംഖ്യ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചത്. പക്ഷേ സഭയിലെ അംഗങ്ങൾ പോലും, ഭരണപക്ഷ അംഗങ്ങളെ പോലും ഞെട്ടിച്ചു അത് എന്ന് നമുക്ക് ഈ അവതരണ വേളയിൽ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെയുണ്ടായ ഏതാനും സെക്കൻഡുകളുടെ മൗനം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതിനോട് ലഭിച്ച പ്രതികരണവും അത് വ്യക്തമാക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ ബജറ്റിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്ന് പറയാം. അതിനപ്പുറത്തേക്കുള്ള പ്രഖ്യാപനം എന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമായ 3, അതായത് നിലവിലുള്ള നയങ്ങൾക്ക് അപ്പുറമായുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3 ആക്ടുകളുടെ ഭേദഗതിയാണ് നിർമ്മലാ സീതാരാമൻ ഇന്ന് ബജറ്റിനോടൊപ്പം പ്രഖ്യാപിച്ചത്. അത് ഒന്ന്, നികുതിയുമായി ബന്ധപ്പെട്ടുള്ള നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരും. ബില്ല് അടുത്തയാഴ്ച തന്നെ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെയാണ് ന്യൂക്ലിയർ ആക്ടിന്റെ ഭേദഗതി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അത് നിലവിലുള്ള നയത്തിനപ്പുറത്തേക്കുള്ള ഒരു പ്രഖ്യാപനം ധനമന്ത്രി നടത്തിയിരിക്കുന്നു. സ്വകാര്യവൽക്കരണം അനുവദിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു ഈ ബജറ്റിലൂടെ എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന് ഇൻഷുറൻസ് മേഖലയാണ്. ഇൻഷുറൻസ് ആക്ടിലും ഭേദഗതി കൊണ്ടുവരുമെന്ന് നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് മേഖലയിൽ ഇതുവരെയും ഒരു ധനമന്ത്രിയും ധൈര്യപ്പെടാത്ത രീതിയിൽ 100% വിദേശ നിക്ഷേപം അനുവദിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് 3ാം നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അത് ഇൻഷുറൻസ് മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും മത്സരം കടുക്കുന്നു. വിദേശ നിക്ഷേപം അനുവദിക്കുന്നതോടുകൂടി നിലവിൽ ഉള്ള ഉയർന്ന പ്രീമിയം ഉള്ളത് കൊണ്ട് തന്നെ രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം പേർ മാത്രമാണ് ഇപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് കീഴിൽ വരുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ പേരെ ഇൻഷുറൻസ് പരിരക്ഷയ്ക്കുള്ളിൽ കൊണ്ടുവരാനും മിഷൻ 2047 ഭാഗമായിക്കൊണ്ട് ആ ഘട്ടമാകുമ്പോഴേക്കും 100% ഇൻഷുറൻസ് പരിരക്ഷ ജനങ്ങൾക്ക് ഉറപ്പാക്കാനും ഇതിലൂടെ കഴിയും. അതിലേക്കുള്ളൊരു കാൽവെപ്പാണ് എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്തായാലും ജനങ്ങൾക്കത് ഗുണം ചെയ്യും. എന്നാൽ രാജ്യത്തെ നിലവിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളായ LICക്കും SBI ലൈഫിനും കടുത്ത മത്സരത്തിന് ഇത് വഴിവെക്കും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഒപ്പം തന്നെയാണ് കാർഷിക മേഖലയ്ക്ക് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൻ്റെ ഭാഗമായി ഉണ്ട്. ഈ മധ്യവർഗത്തെ തന്നെ ബജറ്റിനെ പൊതുവായി വിലയിരുത്തുകയാണെങ്കിൽ തന്നെ ചെറുകിട വ്യവസായ മേഖല കൂടാതെ വായ്പയുമായി ബന്ധപ്പെട്ടുള്ള ഇളവുകളെല്ലാം വിലയിരുത്തുമ്പോൾ അത് മധ്യവർഗത്തെ കൂടെ നിർത്താൻ ലക്ഷ്യം വെച്ചുള്ള ഒരു ബജറ്റ് എന്ന് തന്നെ വിലയിരുത്തണം. ഒപ്പം ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഒരു രാഷ്ട്രീയവും അതിനുണ്ട്. അത് 2 സാഹചര്യങ്ങൾ. ഒന്ന്, 2 ദിവസങ്ങൾക്കപ്പുറം അവസാനിക്കാൻ പോകുന്ന ഡൽഹിയിലെ പ്രചരണം, 5-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ഡൽഹിയിലെ വോട്ട് ബാങ്കിൻ്റെ വലിയൊരു പങ്കും മധ്യവർഗം തന്നെയാണ്. അത് ഈ ഒരു പരിധി നിലവിൽ ഇപ്പോൾ 12 ലക്ഷം എന്ന വാർഷിക വരുമാനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നവർ തന്നെയാണ് ഡൽഹിയിലെ മഹാഭൂരിപക്ഷം എന്ന് നമുക്ക് പറയേണ്ടി
കാത്തിരിക്കേണ്ടി വരും. മറ്റൊന്ന് ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഈ വർഷം നവംബർ ഡിസംബർ മാസങ്ങളിലായി ബീഹാർ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കടുത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന സംസ്ഥാനം. JDU ഓരോ തെരഞ്ഞെടുപ്പിലും മുന്നണി മാറിക്കൊണ്ടിരിക്കുന്ന JDUവിനോടൊപ്പം ചേർന്ന് BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. കഴിഞ്ഞ ഇടക്കാല ബജറ്റിലും ബീഹാറിന് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ വിമർശനങ്ങൾ ഏറ്റിട്ട് ശേഷവും ഇന്നത്തെ ബജറ്റിലും വലിയ പ്രഖ്യാപനങ്ങൾ ബീഹാറിനുണ്ട്. 2 സ്ഥാപനങ്ങൾ, ദേശീയ സ്ഥാപനങ്ങൾ തന്നെ ബീഹാറിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള 2 സ്ഥാപനങ്ങൾ, കൂടാതെയാണ് പ്രത്യേക ബോർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു വിമാനത്താവളം പ്രഖ്യാപിച്ചിരിക്കുന്നു. തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ബീഹാറിനായി ഉണ്ട്. വാരിക്കോരി ഈ ഒരു ബജറ്റിലും ബീഹാറിന് നൽകിയിരിക്കുന്നു ധനമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ബീഹാറിനോടൊപ്പം എന്ന കൃത്യമായ ഒരു ചിത്രം ഈ ബജറ്റ് അവതരണത്തിലും ധനമന്ത്രി ശ്രദ്ധിച്ചിരുന്നു. അവർ ധരിച്ചിരുന്ന സാരി ബീഹാറിൽ നിന്നുള്ള ദുലാരി ദേവി എന്ന പത്മശ്രീ പുരസ്കാര ജേതാവ് സമ്മാനിച്ചതാണ്. അത് ബീഹാറിൻ്റെ തനത് കലയായ മധുബനി ആർട്ട്, മധുബനി ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഒരു വസ്ത്രമാണ് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധരിച്ചിരുന്നത്. ഇതിലൂടെ കൃത്യമായ ഒരു സന്ദേശം ബീഹാർ രാഷ്ട്രീയത്തിന്, ബീഹാറിലെ ജനങ്ങൾക്കും നൽകാൻ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ധനമന്ത്രി ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഈ ഒരു വിമർശനം തന്നെയാണ് പ്രതിപക്ഷം ബജറ്റ് അവതരിപ്പിച്ച ശേഷവും ഉന്നയിക്കുന്നത്. ഇത് ഒരു സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മധ്യവർഗത്തിന് വേണ്ടിയുള്ള ബജറ്റ് എന്ന് അവകാശപ്പെടുമ്പോഴും ബീഹാറിന് വേണ്ടിയുള്ള ബജറ്റ് മാത്രമായി ഈ ബജറ്റ് ചുരുങ്ങി എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിമർശനം. ക്രിസ്റ്റീന.